ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സോളാറിന്റെ പേരിൽ പണം തട്ടിയെടുത്ത എന്ന കെ.എം. കുരുവിളയുടെ പരാതിയിൽ 3 പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി. ബിനു, ആൻഡ്രൂസ്, ദൽജിത്ത് എന്നിവരെയാണ് എറണാകുളം ക്രൈംബ്രാഞ്ച് നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കുരുവിളയിൽ നിന്ന് പണം തട്ടിയതായി പ്രതികൾ സമ്മതിച്ചതായാണ് സൂചന. യു.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് സമ്മർദ്ദത്തെ തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കിയായിരുന്നു കുരുവിള പരാതി നൽകിയത്. വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത സോളാർ സാങ്കേതികവിദ്യ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികൾ 1.5 കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു കുരുവിളയുടെ പരാതി. പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയും സബ്സിഡിയും ശരിയാക്കാമെന്ന് ഉമ്മൻചാണ്ടി ഉറപ്പു നൽകിയിരുന്നതായി കുരുവിള മൊഴി നൽകിയിരുന്നു. 2011 ഒക്ടോബർ 13-ന് ഉമ്മൻചാണ്ടിയുമായി ക്ലിഫ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഈ ഉറപ്പ് ലഭിച്ചത്. 4000 കോടി രൂപയുടെ പദ്ധതിക്ക് ഉമ്മൻചാണ്ടി 25% കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നതായും കുരുവിള മൊഴി നൽകിയിരുന്നു. സമ്മർദ്ദത്തെ തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കിയാണ് കുരുവിള പരാതി നൽകിയത്. യു.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് 3 വർഷത്തോളം മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. പുതിയ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം ശക്തമാക്കുകയും പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തത്. കൊല്ലം പാരിപ്പള്ളി സ്വദേശി ബിനു, കോട്ടയം പുതുപ്പള്ളി സ്വദേശി ആൻഡ്രൂസ്, തൃശൂർ കൊടകര സ്വദേശി ഡൽജിത്ത് എന്നിവരെയാണ് നുണപരിശോധന നടത്തിയത്. കുരുവിളയിൽ നിന്ന് പണം തട്ടിയെടുത്തതായി നുണപരിശോധനയിൽ പ്രതികൾ സമ്മതിച്ചതായാണ് സൂചന. ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ എം.കെ. കുരുവിളയ്ക്കെതിരെ 6 കള്ളക്കേസുകൾ യു.ഡി.എഫ് സർക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു. 40 ദിവസത്തോളം കുരുവിളയെ ജയിലിലടക്കുകയും ചെയ്തു. സോളാർ കമ്മീഷനിലും ക്രൈംബ്രാഞ്ചിലും ബംഗളൂരു കോടതിയിലും ഉമ്മൻചാണ്ടിക്കെതിരെ വിശദമായ മൊഴിയാണ് എം.കെ. കുരുവിള നൽകിയിരുന്നത്. നുണപരിശോധനയിൽ പണം തട്ടിയെടുത്തതായി വ്യക്തമായതോടെ അന്വേഷണം കൂടുതൽ ശക്തമാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് വൈകാതെ കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വടക്കാഞ്ചേരി പീഡനക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. അന്വേഷണ ചുമതലയുള്ള എ.സി.പി. ജി. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. അതിനിടെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡി.ജി.പിക്ക് കത്ത് നൽകുമെന്ന് അനിൽ അക്കര എം.എൽ.എ. പറഞ്ഞു. 2016 ആഗസ്റ്റ് മാസം നൽകിയ ആദ്യ പരാതിയിൽ മൊഴിയെടുപ്പിനിടെ ബുദ്ധിമുട്ടുകളുണ്ടായെന്നും പേരാമംഗലം സി.ഐ മോശമായി പെരുമാറിയെന്നും വീട്ടമ്മ ആരോപിച്ചിരുന്നു. ഇത് കണക്കിലെടുത്ത അന്വേഷണ ചുമതലയുള്ള വനിതാ ഉദ്യോഗസ്ഥ ജി. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് കൊച്ചിയിലെത്തി പരാതിക്കാരിയുടെ മൊഴിയെടുത്തത്. 3 വനിതാ ഉദ്യോഗസ്ഥർ മാത്രമാണ് മൊഴിയെടുപ്പിനായി എത്തിയത്. വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങളിൽ വീട്ടമ്മ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് കേസിൽ നിർണായകമാവുക. മൊഴിയെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര എം.എൽ.എ. രംഗത്തെത്തി. IPS റാങ്കുള്ള 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം CPM-ന്റെ ഫ്രാക്ഷൻ അനുസരിച്ച് തുള്ളുന്നവരാണ്. ഇവരെ വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അടിയന്തരമായും DGPക്ക് കേസിൽ ആത്മാർത്ഥ്യമുണ്ടെങ്കിൽ ഈ 2 വനിതാ IPS ഉദ്യോഗസ്ഥന്മാരെ ഒഴിച്ചുള്ള ബാക്കിയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റണം. നാളെ നേരിൽ കണ്ട് DGPക്ക് പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ പ്രതികരിക്കാനില്ലെന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. അതിലൊക്കെ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ വഴിക്ക് പോകും. അത് സ്വാഭാവികമായിട്ടും എന്താണോ സംഭവിക്കേണ്ടത് സംഭവിക്കും. നിയമസഭയുടെ അധ്യക്ഷൻ ഇത്തരം കാര്യങ്ങളിലൊന്നും കമന്റ് ചെയ്യേണ്ട കാര്യമില്ല. വീട്ടമ്മയുടെ മൊഴിയെ ആധാരമാക്കിയാവും ആരോപണ വിധേയനായ നഗരസഭാ കൌൺസിലർ ജയന്തൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി പീഡനക്കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള CPIM-ന്റെ ഉന്നതതല ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യതയിൽ സംശയമുണ്ട്. കേസ് അന്വേഷിക്കാൻ പരിചയസമ്പന്നയല്ലാത്തവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. CPM-കാരാണെങ്കിൽ എന്തുമാകാമെന്ന അവസ്ഥയാണെന്നും സംഭവം നിയമസഭയിൽ ഉന്നയിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. വടക്കാഞ്ചേരി കൂട്ടബലാത്സംഗ കേസ് തേച്ചു മായ്ച്ചു കളയാൻ ഉന്നതതല ഗൂഢാലോചന നടക്കുകയാണ്. പാലക്കാട് ASP ആയി ചാരെടുത്തിരിക്കുന്ന പൂങ്കുഴലിനി നല്ല കുട്ടിയാണ്, നല്ല IPS ഓഫീസറാണ്, എനിക്ക് യാതൊരു പരാതിയില്ല. പക്ഷേ ഇത്രയും പ്രമാദമായ രാഷ്ട്രീയ മാനമുള്ള ഒരു കേസ് അന്വേഷിക്കാൻ അവർക്ക് പരിചയസമ്പന്നയല്ല. മാത്രമല്ല പൂങ്കുഴലിനി ഒരുപക്ഷെ ആദ്യമായി അന്വേഷിക്കുന്ന ഒരു കേസായിരിക്കും ഇത്. തീർച്ചയായിട്ടും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നതിനെപ്പറ്റി ഗൗരവമായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ ഡേ കെയറിൽ പിഞ്ചു കുഞ്ഞിനെ 62കാരൻ പീഡിപ്പിച്ചു. സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാക്കനാട് സാം കിഡ്സ് എന്ന ഡേ കെയറിലാണ് 2 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടത്. ഡേ കെയറിൽ കുട്ടികൾ ഒളിച്ചു കളിക്കുന്നതിനിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രശേഖരൻ മോശമായി പെരുമാറുകയായിരുന്നു. കളിക്കുന്നതിനിടെ കുട്ടി ഒറ്റപ്പെട്ടു പോയ സമയത്താണ് 62കാരനായ സെക്യൂരിറ്റി ജീവനക്കാരൻ പീഡിപ്പിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. ഇക്കാര്യം കുട്ടി അധ്യാപകരോട് വിവരിച്ചെങ്കിലും
കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിക്കാനോ നിയമ നടപടി സ്വീകരിക്കാനോ അധ്യാപകരും ഡേ കെയർ മാനേജ്മെന്റും തയ്യാറായില്ല. ചന്ദ്രശേഖരനെ താൽക്കാലികമായി പുറത്താക്കി സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചു. എന്നാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉപദ്രവിച്ചതായി കുട്ടി രക്ഷിതാക്കളോട് വിശദീകരിച്ചു. തുടർന്ന് ഡോക്ടറുടെ പരിശോധനയിൽ കുട്ടി ഉപദ്രവിക്കപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചതോടെ രക്ഷിതാക്കൾ തൃക്കാക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ ചന്ദ്രശേഖരൻ കാക്കനാട് പോലീസിന്റെ പിടിയിലായത്. സെക്യൂരിറ്റി ജീവനക്കാരനെ കുട്ടി തിരിച്ചറിഞ്ഞതോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലപ്പുഴ കുത്തിയതോട് എസ്ഐക്കെതിരെ RSS ആക്രമണം. RSS കാര്യവാഹ അഡ്വക്കേറ്റ് രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത്. പരിക്കേറ്റ എസ്ഐയെയും 2 പോലീസുകാരെയും തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സംഘമെത്തിയ ജീപ്പിനു നേരെയാണ് അക്രമികൾ ആക്രമണം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാജേഷ് അടക്കം കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതി ശരൺ കുമാർ എന്ന BJP പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പോലീസിനു നേരെ RSS പ്രവർത്തകർ ആക്രമണം നടത്തിയത്. കേരളപ്പിറവിയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഗവർണറെ ക്ഷണിക്കാത്തതിൽ ഖേദം പ്രകടിപ്പിച്ച് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. ക്ഷണിക്കാത്തതിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി ഗവർണർക്ക് അയച്ച കത്തിൽ സ്പീക്കർ അറിയിച്ചു. ക്ഷണിക്കാത്തതിൽ ഗവർണർക്ക് അതൃപ്തിയുണ്ടായതായി മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. 1 വർഷം നീളുന്ന ആഘോഷമാണ് കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ഇതിൽ വജ്രജൂബിലി ആഘോഷത്തിൽ മുഖ്യമന്ത്രിയെ തന്നെയാണ് ഉദ്ഘാടകനായി തീരുമാനിച്ചിരുന്നത്. മറ്റൊരു പരിപാടിയിലാണ് ഗവർണറെ ക്ഷണിക്കാനിരുന്നത്. എന്നാൽ ഗവർണർ സ്ഥലത്തുണ്ടോ എന്ന് തിരക്കിയതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയതെന്നും സ്പീക്കർ കത്തിൽ വിശദീകരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സർക്കാരിന്റെ പ്രവർത്തനവും യോഗം വിലയിരുത്തും. ഗുണ്ടാക്രമണ കേസിൽ ഉൾപ്പെട്ട സക്കീർ ഹുസൈൻ, വടക്കാഞ്ചേരി പീഡനക്കേസിലെ ആരോപണ വിധേയനായ ജയന്തൻ എന്നിവർക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. ഇരുവർക്കെതിരെയും നേരത്തെ പാർട്ടി നടപടിയെടുത്തിരുന്നു. AKG സെന്ററിലാണ് സെക്രട്ടേറിയറ്റ് യോഗം. മലപ്പുറം കളക്ടറേറ്റിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം അവഗണിച്ചത് വീഴ്ചയായെന്ന് വിലയിരുത്തൽ. കളക്ടറേറ്റ് കവാടത്തിൽ ചെക്ക് പോസ്റ്റും ഹൈമാസ്റ്റ് ലൈറ്റും സ്ഥാപിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ 5 മാസം മുമ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. കൊല്ലം സ്ഫോടനത്തെ തുടർന്നാണ് മലപ്പുറത്തെയും കലക്ടറേറ്റിലെ സുരക്ഷ സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിച്ചത്. കലക്ടറേറ്റും കോടതിയും ഉൾപ്പെടുന്ന 35 ഏക്കർ സ്ഥലത്തേക്കുള്ള 4 വഴികളിലും ഗേറ്റ് ഇല്ല. പ്രധാന കവാടത്തിലെ ഗേറ്റ് രാത്രിയിലും തുറന്നിടും. ഇങ്ങനെ സുരക്ഷാ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് DYSP പോലീസ് മേധാവിക്കും ജില്ലാ കലക്ടർക്കും റിപ്പോർട്ട് നൽകിയിരുന്നു. കലക്ടറേറ്റ് വളപ്പിൽ ഹൈമാസ് ലൈറ്റ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, പ്രവേശന കവാടങ്ങളിൽ വാഹന പരിശോധന, പ്രധാന ഭാഗങ്ങളിൽ CCTV തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും സ്പെഷ്യൽ ബ്രാഞ്ച് DYSP D. അശോക് കുമാറിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇത് അവഗണിച്ചത് ഇന്റലിജൻസ് ADGP R. ശ്രീലേഖ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിമർശിച്ചിരുന്നു. അതേസമയം ലഭ്യമായ തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. മലപ്പുറം നഗരത്തിൽ കടകളിലും മറ്റു സ്ഥാപനങ്ങളിലുമുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വാർത്തകളിലേക്ക്. യേ ദിൽ ഹേ മുഷ്കിൽ ചിത്രത്തിന്റെ സംവിധായകൻ കരൺ ജോഹറിനെതിരെ ഗായകൻ മുഹമ്മദ് റാഫിയുടെ കുടുംബം. ചിത്രത്തിലെ റാഫിക്കെതിരായ പരാമർശത്തിൽ കരൺ മാപ്പ് പറയണമെന്ന് മകൻ ഷാഹിദ് റാഫി. കരൺ ജോഹറിനെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്നും ഷാഹിദ് പറഞ്ഞു. It was very hurting. It was, I'm really ashamed of Karan Johar. Being such a good director, supposed to be a good director, the today's youth, the new generation, what are you going to tell them? What are you saying? That Rafi Saab used to cry, not sing. And I do expect Karan Johar to apologize, not to only me, but to the fans also. Because basically, to be very honest, Rafi Saab was not only mine, it was for the full nation. JNU വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഇന്ത്യ ഗേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനു നേരെ പോലീസ് അതിക്രമം. നജീബിന്റെ അമ്മയും സഹോദരിയും ഉൾപ്പെടെ നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ പോലീസ് ആക്രമിക്കുകയായിരുന്നു. നജീബിന്റെ തിരോധാനം 3 ആഴ്ച പിന്നിട്ടിട്ടും സംഭവത്തിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ഇന്ത്യ ഗേറ്റ് പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതേസമയം നജീബിന്റെ മാതാവിനെയും സഹോദരിയെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് വിട്ടയച്ചു. ദില്ലിയിൽ വായു മലിനീകരണ തോത് അനിയന്ത്രിതമായതോടെ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നടപടി സർക്കാർ ആരംഭിച്ചു.
രാജ്യതലസ്ഥാനത്ത് ഡീസൽ ജനറേറ്ററുകൾ പൂർണ്ണമായി നിരോധിച്ചു. ആളുകൾ വീടിന് പുറത്തിറങ്ങരുതെന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്മേൽ സ്കൂൾ കുട്ടികൾക്ക് 3 ദിവസത്തേക്ക് കൂടി അവധി പ്രഖ്യാപിച്ചു. സാഹചര്യം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ നാളെ ഉന്നതതല യോഗം വിളിച്ചു. ഇക്കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ ഏറ്റവും കൂടിയ വായു മലിനീകരണമാണ് രാജ്യതലസ്ഥാന നഗരിയിൽ ഉണ്ടായിരിക്കുന്നത്. ദീപാവലി പിറ്റേന്ന് മുതൽ ശക്തമായ മലിനീകരണം ഇപ്പോൾ അനിയന്ത്രിതമായി. ദില്ലിയുടെ അന്തരീക്ഷത്തിൽ 1800 ക്യൂബിക് മൈക്രോഗ്രാം മാലിന്യങ്ങളാണ് തങ്ങി നിൽക്കുന്നത്. സാധാരണ തോതിനേക്കാൾ 16 മടങ്ങ് മാലിന്യം വർദ്ധിച്ചു. അയൽ സംസ്ഥാനങ്ങളായ ഹരിയാനയിലെയും പഞ്ചാബിലെയും കൃഷിയിടങ്ങളിൽ ടൺ കണക്കിന് മാലിന്യം കത്തിക്കുകയാണ്. ഇതുമൂലം ഡൽഹിയിൽ പുകയും നിറഞ്ഞു. വായുവിന്റെ ഗുണമേന്മ 2.5-ലും താഴെയാണ്. കാറ്റും തീരെ കുറവായതിനാലാണ് ഇത്രയധികം മലിനീകരണ തോത് വർദ്ധിച്ചിരിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ദില്ലിയിൽ ഡീസൽ ജനറേറ്ററുകൾ പൂർണ്ണമായി നിരോധിക്കാൻ ദില്ലി സർക്കാർ തീരുമാനിച്ചു. പുറത്തിറങ്ങുന്ന ആളുകളുടെ കണ്ണുകൾ എരിയുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ പ്രായമായവരും കുട്ടികളും ഹൃദയ സംബന്ധ രോഗമുള്ളവരും വീടിന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ദില്ലി ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ 3 ദിവസത്തേക്ക് കൂടി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുകമഞ്ഞ് നിറഞ്ഞ രാജ്യതലസ്ഥാനം ഗ്യാസ് ചേംബറിന് സമാനമായതോടുകൂടിയാണ് നടപടികൾ ശക്തമാക്കാൻ ദില്ലി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നാളത്തെ കേന്ദ്ര സർക്കാരിന്റെ ഉന്നതതല യോഗത്തിലും ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് വിവരം. വിഷപ്പുക ശ്വസിക്കുന്ന ദില്ലി നിവാസികളുടെ കൂടെ ക്യാമറമാൻ ശൈലേഷ് കല്ലായ്ക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. ടി സിദ്ദിഖിനെതിരെ കോഴിക്കോട്ട് പോസ്റ്ററുകൾ. വസ്തുതർക്കത്തിൽ പരിഹാരമുണ്ടാക്കുന്നത് മധ്യസ്ഥരുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്താണോ എന്നും മധ്യസ്ഥന്മാരിൽ ഒരാളുടെ പെങ്ങളുടെ മകന്റെ പേരിൽ ഭൂമി മാറ്റി രജിസ്റ്റർ ചെയ്തത് തർക്ക പരിഹാരത്തിന്റെ ഭാഗമായാണോ എന്നും പോസ്റ്ററിൽ. KPCCക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടെന്നും അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതാണോ KPCC നയമെന്നും ഭൂമി തട്ടിയ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ അയോധ്യയിലൂടെ നേടിയത് ദക്ഷിണേന്ത്യയിൽ ഹൈദരാബാദിലെ ചാർമിനാറിലൂടെ നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംഘപരിവാർ. പ്ലേഗ് അമർച്ച ചെയ്തതിന്റെ സ്മരണയ്ക്കായി 1591 സുൽത്താൻ മുഹമ്മദ് കിൽ കുത്തബ് ഷാ നിർമ്മിച്ച ചാർമിനാർ പള്ളി തകർത്ത ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാനാണ് സംഘപരിവാറിന്റെ നീക്കം. 1992 ബാബറി മസ്ജിദ് തകർത്ത് ഹിന്ദുത്വ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ഉത്തരേന്ത്യയും പടിഞ്ഞാറ് ഇന്ത്യയുമെല്ലാം കീഴടക്കിയ BJPയുടെ ദക്ഷിണേന്ത്യൻ സ്വപ്നമാണ് ഹൈദരാബാദിന്റെ ഹൃദയമായ ഈ ചാർമിനാർ പള്ളി. ഇത് 1957 ദി ഹിന്ദുവിന്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ഫോട്ടോ. ഇതിലെവിടെയും ക്ഷേത്രമോ വിഗ്രഹാരാധനയോ ഇല്ല. എന്നാൽ അയോധ്യ പ്രക്ഷോഭകാലത്ത് സംഘപരിവാർ ചാർമിനാറിന്റെ ഭിത്തികളിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ച് ആരാധന തുടങ്ങി. പിന്നീട് ഇത് വിഗ്രഹമായി. സമീപകാലത്ത് താൽക്കാലിക ക്ഷേത്രവും പൂജയും ആഘോഷങ്ങളും ആരംഭിച്ചു. മോദി സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ ചാർമിനാർ തകർത്ത് ക്ഷേത്രം നിർമ്മിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. 560 साल चारमीनार से पहले की मूर्ति साक्षात प्रकट मूर्ति स्वयं भूमि है. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. സംഘപരിവാറിന്റെ അജണ്ടയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല. അയോധ്യയിലൂടെ BJP ഉത്തരേന്ത്യയിൽ ലക്ഷ്യം നിറവേറ്റി. ഇതേ ലക്ഷ്യം ഈ ഭാഗ്യലക്ഷ്മി മന്ദിരത്തിലൂടെ ദക്ഷിണേന്ത്യയിൽ സാധിക്കുന്നതാണ് RSSന്റെ കണക്കുണ്ട്. എന്തായാലും പുതിയ സംഭവവികാസങ്ങൾ ചാർമിനാർ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. തർക്കമെന്തായാലും ചാർമിനാറിന്റെ ഒരു വശത്ത് ഹിന്ദു ഭിക്ഷക്കാരും മറുവശത്ത് മുസ്ലിം ഭിക്ഷക്കാരും സ്ഥാനം പിടിച്ചിരിക്കുന്നു. മതരാഷ്ട്രീയത്തിന്റെ ഭീതിപ്പെടുത്തുന്ന നവീന തന്ത്രങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിലമർന്ന യഥാർത്ഥ ചിത്രവും ഇന്ന് ചാർമിനാറിൽ കാണാം. പീപ്പിൾ TVക്ക് വേണ്ടി K രാജേന്ദ്രൻ. സീസൺ ആരംഭിച്ചതോടെ കായൽ ടൂറിസത്തിനായി വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിദേശീയർ അടക്കമുള്ള വിനോദസഞ്ചാരികൾ ഇത്തവണ കുട്ടനാട്ടിലെത്തുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ആകർഷകമായ വിഭവങ്ങൾ ഒരുക്കി ഹോട്ടലുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ആലപ്പുഴ കായൽ ടൂറിസവും ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങളുടെ ഭാഗമായി റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ക്രിസ്തുമസ് കേക്കുകളുടെ നിർമ്മാണം ആരംഭിച്ചു. 800ഉം 1000ഉം കിലോ തൂക്കമുള്ള കേക്കുകളാണ് വിനോദസഞ്ചാരികൾക്കായി ഒരുങ്ങുന്നത്. കായൽ ടൂറിസത്തിന്റെ അനുഭൂതി നുകരാൻ ഓരോ വർഷവും കുട്ടനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം പെരുകി വരികയാണ്. ഹൗസ് ബോട്ട് യാത്രയും കുട്ടനാടൻ ഭക്ഷണവുമാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. എന്നാൽ കുട്ടനാട്ടിൽ ഇപ്പോൾ കാണപ്പെട്ട പക്ഷിപ്പനി നേരിയ തോതിലെങ്കിലും ടൂറിസത്തെ ബാധിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാം പൂർവ്വസ്ഥിതിയിലായെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഇപ്പം സീസൺ തുടങ്ങിയിരിക്കുകയാണ് ടൂറിസത്തിൻ്റെ. വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. വളരെ നല്ല ഒരു ഫ്ലോ കാണുന്നു. ഡിസംബർ ആദ്യവാരം മുതൽ ഫെബ്രുവരി അവസാനം വരെ വളരെയധികം തിരക്കാണ് ആലപ്പുഴ ടൂറിസം മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. 1000-ലധികം ഹൗസ് ബോട്ടുകളും ചെറുതോണികളുമടക്കം
എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി വിനോദസഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ് ആലപ്പുഴ കായൽ ടൂറിസം. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വയനാട്ടിൽ നെൽപ്പാടങ്ങളിൽ കർഷകർക്ക് ആശങ്ക സൃഷ്ടിച്ച് തെനപ്പുല്ലുകൾ പടർന്നു പിടിക്കുന്നു. പെൽ മില്ലറ്റ് ഇനത്തിൽപ്പെട്ട ഈ സസ്യം പാടങ്ങളിൽ വിളകൾക്ക് ഭീഷണിയായി വ്യാപകമാവുകയാണ്. വരണ്ട പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ കാണുന്ന തെനപ്പുല്ലുകൾ പടർന്നു പിടിച്ച ഒരു പാടമാണിത്. നെന്മേനി പഞ്ചായത്തിലെ ചെറുമാട് പാടശേഖരം. അടുത്ത മാസം വിളവെടുക്കേണ്ട പാടത്ത് നിറഞ്ഞു വളർന്നിരിക്കുകയാണ് ഈ സസ്യം. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് നൽകിയ നെൽവിത്തുകളാണ് ഇവിടെ വിതച്ചത്. മുളച്ചത് നെല്ലിനേക്കാൾ ഇക്കാണുന്നതാണ്. മുഴുവൻ പുല്ല് വന്നിട്ട് മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിന്റെ മേൽഭാഗത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ പുല്ല് പശുവിന് ആവശ്യമായിട്ടുള്ള പുല്ല് അരിഞ്ഞുകൊണ്ട് പോയിക്കാണ് ആൾക്കാർ മുഴുവൻ അങ്ങനെ അരിയാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഇതിന് അവശേഷിക്കുന്ന ഇതിന്റെ അടിഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെല്ല് കിട്ടിയെങ്കിൽ മാത്രമാണ് ഇപ്പൊ നമുക്ക് അങ്ങനെ കിട്ടിയെന്ന് പറയാനാവുള്ളൂ. അത്രയ്ക്ക് മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്ന് ഈ കൃഷി ഉള്ളത്. വിവിധ ഫാമുകളിൽ നിന്നും വാങ്ങിയ നെൽവിത്തുകൾക്കൊപ്പവും ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇവ വ്യാപകമായിട്ടുണ്ട്. വിളവിനെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. വിളവെടുക്കും മുൻപ് ഇവ കൊയ്തെടുക്കേണ്ട ബുദ്ധിമുട്ടിലാണ് കർഷകർ. ബന്ധപ്പെട്ട കൃഷി ഓഫീസുകളെ ഇക്കാര്യം അറിയിച്ചെങ്കിലും തൃപ്തികരമായ മറുപടികളല്ല ലഭിക്കുന്നത്. അടുത്തിടെ ഉഷ്ണമേഖലാ സസ്യങ്ങൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ വയനാട്ടിൽ കർഷകർക്ക് ആശങ്ക സൃഷ്ടിക്കുകയാണ് ഈ സസ്യവും. ന്യൂസ് ബ്യൂറോ. വാർത്തകളിലേക്ക്. കൈരളി TV കോട്ടയം ബ്യൂറോ ചീഫ് TP പ്രശാന്തിന്റെ പിതാവ് TG പ്രേംദാസ് നിര്യാതനായി. അമ്പലവീട്ടിലെ കൊച്ചി റിഫൈനറി ജനറൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറിയായിരുന്നു. ഭാര്യ പരേതയായ ഉഷ, പ്രശാന്ത്, പ്രദീപ്, പ്രമോദ് എന്നിവർ മക്കളാണ്. മൃതദേഹം ഇരുമ്പനം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. വിജിലൻസ് ബോധവൽക്കരണ വാരത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ തിരുവനന്തപുരത്ത് വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഗവർണർ P സദാശിവം വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കവടിയാറിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് അവസാനിച്ചത്. SBT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാറും മറ്റുദ്യോഗസ്ഥരും വാക്കത്തോണിന് നേതൃത്വം നൽകി. കേരള സംഗീത നാടക അക്കാദമി നാട്യകൈരളി എന്ന പേരിൽ പാലക്കാട് സംഘടിപ്പിച്ച കഥകളി ഉത്സവം സമാപിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖരായ കഥകളി കലാകാരന്മാരെല്ലാം അരങ്ങിലെത്തി. ഡോക്ടർ സദനും ഹരികുമാറും സംഘവും അവതരിപ്പിച്ച അഭിമന്യു എന്ന കഥകളിയോടെയാണ് കഥകളി ഉത്സവത്തിന് തിരശ്ശീല വീണത്. 88-കാരനായ പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായരും സംഘവും അവതരിപ്പിച്ച രാവണ വിജയവും അവസാന ദിനം അരങ്ങിലെത്തി. ദൂതനായി കലാവൈശാഖും രംഭയായി കല്ലുവഴി വാസുവും വേഷമിട്ടു. വൈശ്രവണ സന്ദേശവുമായി വരുന്ന ദൂതനെ വധിച്ച് രാവണൻ വൈശ്രവണനോട് യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് രാവണ വിജയം കഥകളി. വഴിമധ്യേ അപ്സരസായ രംഭയെ കണ്ടുമുട്ടിയ രാവണൻ പ്രണയാഭ്യർത്ഥന നടത്തുന്നുണ്ട്. പരമശിവനിൽ നിന്ന് ചന്ദ്രഹാസം എന്ന വാൾ നേടി സൈന്യസമേതം ലങ്കയിലേക്ക് മടങ്ങുന്നതോടെയാണ് രാവണ വിജയം പൂർത്തിയാകുന്നത്. കഥകളിയെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് കഥകളി ഉത്സവം സംഘടിപ്പിച്ചതെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി N രാധാകൃഷ്ണൻ നായർ പറഞ്ഞു. കഥകളി ലോകത്തിന്റെ സമ്പൂർണമായ ഒരു പരിച്ഛേദം സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള സംഗീത അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ അവതരിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം നിറഞ്ഞ സദസ്സാണ് പാലക്കാട് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ P മേരിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ N രാധാകൃഷ്ണൻ നായർ, TR അജയൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.